മാതാവിൻ്റെ അടുത്തൊന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ ഒരു വാക്കുണ്ട്, എനിക്ക് തൃശ്ശൂർ വിട്ട് എവിടെയും പോകാൻ അറിയില്ല. അപ്പോൾ എവിടെ വരെ പോകണമെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവ് കൂടെ വരണം. അങ്ങ് ഒരു 76 വയസ്സുമായി. പ്രത്യേകിച്ച് ഞാനൊരു ഡോണറാണ്, ഒരു കിഡ്നി ദാനം ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലായിടത്തും ഓടി പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യം അവരാണ് ഇതിനെ നടന്നിരുന്നത്. അങ്ങനെ എവിടെ ചെന്നാലും ആദ്യമൊക്കെ ഞങ്ങൾക്ക് തടസ്സം. അപ്പോൾ ഒരുമിച്ച് ഒരാളെ തന്നെ പേപ്പർ പോവില്ല, 6 പേര് കൂടി അങ്ങനെ ചങ്ങലായിട്ട് പേപ്പർ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 23 കൊല്ലം 29 കൊല്ലമൊക്കെ ആയ ആൾക്കാരുണ്ട്. ഞങ്ങൾ നിസ്സാരം 3-4 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പേപ്പറുകൾ ഇവരെല്ലാം പോയെങ്കിലും ഞങ്ങളുടെയും പോവുള്ളൂ, ഞങ്ങളുടെ തന്നെ പോവില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, ഇത്രയും കൊല്ലമായിട്ട് അവരുടെ നീങ്ങിയിട്ടില്ല, അപ്പോൾ പിന്നെ എൻ്റെ എങ്ങനെ നീങ്ങും? അങ്ങനെ പ്രാർത്ഥിച്ചു. 1 കൊല്ലത്തിന് ശേഷം ഈ 4 പേർക്ക് പട്ടായം കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരായി. ആ 2 പേരും അവരും 29 കൊല്ലമായ ആളാണ്. അങ്ങനെ അപേക്ഷിച്ച അവസാനം അവർക്കും കിട്ടില്ല എന്നോ, അങ്ങനെ എനിക്ക് മാത്രമായി പട്ടായം കിട്ടാമെന്നുള്ള കടലാസുകൾ ശരിയായി. അങ്ങനെ ഈ മാസം ഞാൻ അവിടെ വന്നത് ഒക്ടോബർ 20-ാം തീയതി 2023-ലാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ വരാൻ സാധിക്കുന്ന കാലം വരെ ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വന്ന് പ്രാർത്ഥിക്കും, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു വാക്കും ഞാൻ മാതാവിന് കൊടുത്തിട്ടാണ് ഞാൻ. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ അമ്മയോട് പറയുന്ന പോലെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറയുക. അതിന് ഞാൻ അങ്ങനെ എന്നും പള്ളിയിൽ ഞായറാഴ്ച മാത്രം പള്ളിയിൽ വരുന്ന ആളാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവും, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും. അപ്പോൾ ഞാൻ പോകുന്നത് കാട്ടുവഴി കൂടി, എന്ന് വെച്ചാൽ ഉൾപ്രദേശമാണ്, വണ്ടിയും കാറൊന്നുള്ള വഴിയില്ല. അപ്പോൾ പട്ടി, കുറുക്കൻ, പാമ്പ് എല്ലാവിധ ശല്യങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ ഞാൻ പള്ളിയിലേക്ക് പോകണേട്ടാ, എൻ്റെ മുമ്പ് ഉണ്ടാവണം, പട്ടി നായും ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക. അങ്ങനെ 1 കൊല്ലത്തിന് ശേഷം ഞാൻ ഒരു ദിവസം വരെ 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് 5:30 കുർബാന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓടും. അപ്പോൾ ഒരു അച്ഛൻ മാറ്റം വന്നു. അപ്പോൾ ഈ 5 മണി എന്നുള്ളതും 5:30 എന്നുള്ള കുർബാന അച്ഛൻ മാറ്റി. ഈ അച്ഛൻ വന്നപ്പോൾ 6 മണിക്കും 7 മണിക്കായി കുർബാന. അപ്പോൾ പിന്നെ എനിക്ക് 6:30 പോയാൽ മതിയല്ലോ. അപ്പോൾ 5:30 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അപ്പോൾ അന്നിതേ വരെ ഞാൻ കേൾക്കുമ്പോൾ കൃപാസന മാതാവ് അകലെ നടന്നു പോകണം. അപ്പോൾ മാതാവിനെ നടന്നു പോയി നോക്കുമ്പോഴേക്കും അടുത്തേക്ക് എത്തി. അപ്പോൾ മാതാവിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കണ്ടു. മാതാവ് പള്ളി പോയിക്കൊണ്ടെങ്കിൽ അപ്പോൾ കുർബാന സമയം വിട്ട് ഞാൻ നോക്കുമ്പോൾ മണി 5. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ പതി പോലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു പട്ടി ഞാൻ കുറേ പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും നിന്ന് കുറയ്ക്കും. പക്ഷേ എന്നെ ശല്യപ്പെടുത്തി മറ്റൊരു പട്ടിങ്ങനെ നേർക്ക് വരും. അപ്പോൾ മാതാവി എന്ന് പറഞ്ഞ കുട വീശിയിട്ടാണ് പോവാറ്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ധൈര്യമായിട്ട് 6:30 ഞാൻ പള്ളി 7 മണി കുർബാനയ്ക്ക് ഞാൻ പോകുന്നു. ഞാൻ എല്ലാം കഴിഞ്ഞു. ഈ ആഗസ്റ്റ് 2-ാം തീയതി എനിക്ക് പട്ടായം കിട്ടി. അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹമാണ്. 47 കൊല്ലമായി ഞാൻ ഏത് പള്ളിയിലും എവിടെ ചെന്നാലും എൻ്റെ ഒരു പ്രാർത്ഥന ഉള്ള കാശുണ്ടാക്കി ഒരു വീട് പണിതു. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് കിട്ടാതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. ഇതിനെല്ലാ കാര്യത്തിനും ഇവരുടെ അപ്പച്ചനാണ് പോകുക. തിരുവനന്തപുരം പോകും. അപ്പോൾ അവിടെ ഓഫീസിൽ പോകുമ്പോൾ കാശ് രൂപ ഞാൻ കൊടുക്കില്ല. അച്ഛൻ പറയാറുണ്ടല്ലോ കാശ് രൂപ സൂക്ഷിക്കണത്. അത് തന്നെ കാശ് രൂപ ഞാൻ കൊടുക്കില്ല, ഉപ്പ് പൊതിഞ്ഞ് കൊടുക്കും ഓഫീസിൽ അവിടെ ഇടാം. അതിന് പഞ്ചായത്തിലും തിരുവനന്തപുരത്തൊക്കെ ഉപ്പ് അങ്ങോട്ട്